സമയം ഇപ്പൊ 8 മണിയായി. നമ്മൾ ഈ കാണുന്ന വീട്ടില് ELCB നിൽക്കുന്നതായിട്ട് നമ്മൾ വിളിച്ചാണ്. പണിയെല്ലാം കയറി വീട്ടിൽ കുളിച്ച് മാറ്റി നല്ല സ്വസ്ഥമായിട്ട് ഇരുന്ന സമയത്താണ് വിളിച്ചത്. അപ്പോ ഇവിടെ നിലവിൽ ആൾക്കാർ വന്ന് നിന്നില്ല, അവര് ബോംബെയിലാണ്. അപ്പോ നാളെ അവര് വരുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ ഒരാൾ വന്നിട്ട് ഇവിടെ വൃത്തിയെല്ലാം ആക്കി സംഭവം എല്ലാ ലൈറ്റും ഒന്ന് ഓൺ ചെയ്ത സമയത്ത് ELCB നിൽക്കുന്നില്ല പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയാലും വിളിച്ച് പറഞ്ഞിട്ട് നമ്മളൊരു വരേണ്ട ഒരു സമയം അത്രേ നമുക്ക് വേണ്ടു. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ വന്ന സമയത്ത് പറഞ്ഞു ഇവിടെ ഫ്ലോർ മുഴുവൻ വെള്ളം ഒഴിച്ചിട്ട് കഴുകിന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇവിടെ ഫൂട്ട് ലാമ്പ് വെച്ചിട്ടുണ്ട്. ഫൂട്ട് ലാമ്പ് എപ്പോ നമുക്ക് ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന സാധനമാണ്. മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ഈ ഉറുമ്പ് കയറിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് നമുക്ക് ഇതുപോലുള്ള ഔട്ട്സൈഡിൽ വരുന്ന വെള്ളങ്ങൾ പരമാവധി ഷീറ്റ് ഇട്ടില്ലാന്നുണ്ടെങ്കിൽ തെറിച്ചിട്ട് നമുക്ക് ഇത്തരം ഫൂട്ട് ലാമ്പുകളിലേക്ക് കുറച്ച് അതിന്റെ വെള്ളത്തിന്റെ തുള്ളികൾ വരാനുള്ള സാധ്യതകളുണ്ട്. എന്ത് വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വെള്ളത്തിന്റെ തുള്ളി 99 അല്ലെങ്കിൽ 100% നമുക്ക് അതിനകത്ത് കയറാനുള്ള വെച്ച ELCB നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടാ. സംഭവം എല്ലാം പ്രശ്നമൊന്നുമില്ല, നോർമലി എല്ലാം വർക്കിംഗ് എല്ലാം കണ്ടീഷനാണ്. സെൻട്രൽ ഹാളിലാണ് ഈ കാണുന്നതിന്റെ സ്വിച്ച് ബോക്സ്. അപ്പൊ എന്തായാലും അത് കഴിച്ചിട്ട് ആ ഒരു കണക്ഷൻ മാത്രം ഡിസ്കണക്ട് ചെയ്ത് കൊടുക്കാൻ വെച്ചു. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് ഓടാനുള്ള ഒരു സമയം. അപ്പൊ നാളെ രാവിലെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. നമുക്ക് ഒരു വകയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പൊ പരമാവധി ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കുക. ചില ക്ലയന്റ് പറഞ്ഞ് നമുക്ക് വേണമെന്ന് നിർബന്ധമുള്ള ക്ലയന്റിനോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ റിമൂവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലയന്റിന് ഇഷ്ടപ്രകാരം നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ഒരു പ്രശ്നം നമുക്ക് ഗേറ്റ് ലൈറ്റിനും ഇതേ ഒരു ഇഷ്യൂസ് നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതും സോൾവ് ചെയ്യണമെങ്കിൽ വാട്ടർ പ്രൂഫ് തന്നെ വെക്കാം. വാട്ടർ പ്രൂഫ് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി ഉണ്ട്, ഈ സാധനങ്ങൾക്ക് എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ELCB ഡ്രിപ്പ് ആകുന്ന ഒരു പ്രശ്നമല്ല. ഒരു വകയിലെ ആൾക്കാരെല്ലാം പറയും ആ ഇലക്ട്രീഷ്യൻ ചെയ്തിട്ട് കംപ്ലൈന്റ് ആണ്. സംഭവം എപ്പോ നോക്കിയാലും മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ വക സാധനങ്ങളെല്ലാം കത്തുകയും ചെയ്യുന്നില്ല, സാധനം ELCB നിൽക്കുന്നില്ല എന്ന് പറയും. ആ ELCB നിൽക്കാത്തത് ഒരു കാരണവശാലും ആ ഇലക്ട്രീഷ്യൻ ചെയ്തതിന്റെ ഒരു ഫാൾട്ട് അല്ല എന്നും കൂടി നിങ്ങളോട് പറയാം. ഒരു മാസത്തിൽ ഒരു 2-3 തവണയെങ്കിലും നമ്മൾ ഡ്രിപ്പ് ചെയ്ത് നോക്കുക. നിങ്ങളെ സേഫ്റ്റി നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക. എല്ലാ സമയത്തും ഇലക്ട്രീഷ്യന്മാർക്ക് വന്നിട്ട് നിങ്ങൾ വീട്ടിൽ കയറിയിട്ട് ELCB ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന്റെ റീസ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവും. ഓരോ ELCBനും റീസ്റ്റാർട്ട് ബട്ടണുകൾ അവർ കമ്പനിക്കാർ കൊടുത്തിട്ടുണ്ടാവും. ആ റീസ്റ്റാർട്ട് ബട്ടൺ മാസത്തിൽ 1-2-3 തവണ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആയിരിക്കും. ഈ ഒരു ELCB ഉണ്ട് എന്നുള്ള ഒറ്റ ധൈര്യത്തിലാണ് നിങ്ങൾ അവിടെ കിടന്നുറങ്ങുന്നത്. അപ്പോ അതിന്റെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടിയുണ്ട്. നിങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇലക്ട്രീഷ്യന്മാരുണ്ടാവും. വില കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ വില കിട്ടുന്ന വാക്കുകൾ പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ആശ്വാസമാണ്. പൈസ തന്നിട്ടാലും വേണ്ടില്ല, കുറ്റങ്ങൾ പറയാതിരിക്കുക.